ഗുഡ് മോർണിംഗ് ബിയോസ്. ഇന്ന് ഫെബ്രുവരി 10 ഡൽഹിയിൽ താമര വിരിഞ്ഞിട്ടും മാർക്കറ്റിൽ താമര ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് കാണുന്ന ഏകദേശം 500 പോയിന്റ് സെൻസെക്സ് ഡൗൺ ആണ് കാണുന്നത്. അതിന് മുന്നിലായിട്ട് എനിക്ക് സംസാരിക്കാനുള്ള ഈ കേരള ബഡ്ജറ്റിനെ കുറിച്ചിട്ട്. ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ മേക്കിംഗ് നെഗറ്റീവ് കമൻറ്റ്സ് അബൌട്ട് കേരള പീപ്പിൾ, എസ്പെഷ്യലി നമ്മളെ ഇവിടെയുള്ള സുരേന്ദ്രൻ ടീമൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് കേരള ബഡ്ജറ്റ് കണ്ടിട്ട് നന്നായിട്ടാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ കേരള ബഡ്ജറ്റ് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ബഡ്ജറ്റല്ല ഇപ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം നിങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ ലാൻഡ് ടാക്സ് ഇവർ പറയുന്ന 50% കൂട്ടി എന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾ ലാൻഡ് ടാക്സിൻ്റെ തന്നെ സത്യാവസ്ഥ പരിശോധിക്കുകയെന്ന് വെച്ചാൽ പഞ്ചായത്ത് ഏരിയയിൽ ഏകദേശം 8 ഏക്കറിന് മുകളിലുള്ള കൂട്ടർക്ക് മാത്രമേ ലാൻഡ് ടാക്സ് കൂട്ടിയിട്ടുള്ളൂ. അതുപോലെ മുനിസിപ്പൽ ഏരിയയിൽ 2.5 ഏക്കറിന് മുകളിലുള്ള കൂട്ടർക്ക് ലാൻഡിൻ്റെ ടാക്സ് കൂടിയിട്ടുള്ളൂ. അതുപോലെ ഈ കോർപ്പറേഷൻ ഏരിയയിൽ ഏകദേശം ഒരു 1.6 ഏക്കറിന് മുകളിൽ കൂടിയിട്ടുണ്ട്. നമ്മളെ പോലത്തെ സാധാരണക്കാർക്കൊന്നും ഇത് ബാധകമല്ല. ഇത് വലിയ വലിയ കുത്തക മുതലാളിമാർക്ക് തന്നെയാണ് ബാധകമുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ബോധറിയേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇലക്ട്രിക് വെഹിക്കിൾസിന് ടാക്സ് കിട്ടും. അത് കേന്ദ്ര ഗവൺമെൻറ് കൂട്ടിയിട്ടുണ്ട്. ഇലക്ട്രിക് വെഹിക്കിളൊക്കെ ആരാ യൂസ് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. സോ അതിന് മുന്നിൽ എനിക്ക് പറയാനുള്ളത് ഈ കാൾ മാർക്സ് പറഞ്ഞു തന്നെയാണ്. കാൾ മാർക്സ് ഒരിക്കൽ പറഞ്ഞിരുന്നു, അയാളൊരു ഫേമസ് വേർഡായിരുന്നു ഇത്, ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ്. അതെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഒരു സൊസൈറ്റിയിൽ എല്ലാ മനുഷ്യരും people should contribute to society based on their capabilities and in return receive goods and services based on their individual needs. അതൊരു ഗ്രേറ്റ് വേർഡായിരുന്നു മാർക്സിൻ്റെ. അപ്പോൾ മാർക്സ് തന്നെ പറഞ്ഞിരുന്നു ഈ കമ്മ്യൂണിസത്തിൻ്റെ അവസാനം എങ്ങനെയാണ് സംഭവിക്കുന്നത്. കമ്മ്യൂണിസത്തിൻ്റെ അവസാനം സംഭവിക്കുന്നത് ഈ ക്രോണിക് ക്യാപിറ്റലിസ്റ്റിലെ കമ്മ്യൂണിസം നശിക്കുക. അതാണിപ്പോൾ റഷ്യയിൽ നടന്നുകൊടുക്കുന്നത്. ക്രോണിക് ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ ഈ വെൽത്ത് എല്ലാം 3-4 ആളെ കയ്യിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, പാർട്ടിയുടെ പവർ 2-3 ആളെ കയ്യിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ മാറിയ എത്ര ആൾക്കാരുടെ കയ്യിൽ വെൽത്ത് ഉണ്ട്, എത്ര ആൾക്കാരാണ് പാർട്ടി കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഞാൻ പലപ്പോഴും വിചാരിക്കലുണ്ട്, കാരണം നമ്മുടെ ഇന്ത്യൻ്റെ വെൽത്ത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? അനിൽ അംബാനി, ഗൗതം അഡാനി, ശിവനാടാർ, അനിൽ സാങ്വി സൺ ഫാർമ, സാവിത്രി ജിൻഡാൽ. ഈ 5 ആളാണ് ആസ് പെർ ദ ഫോബ്സ് മാഗസിൻ പ്രകാരം ഇന്ത്യയിലെ 5 റിച്ചസ്റ്റ് ആൾക്കാർ. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ പലപ്പോഴും പല വിഷമങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് വെച്ചാൽ ഈ ഒരു കണക്ക് പ്രകാരം ഈ വേൾഡ് ബാങ്കിൻ്റെ 700 മില്യൺ ആൾക്കാർ ലോകത്തിൽ ഓരോ ദിവസം ഒരു ഡോളറിന് താഴെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സോ കമ്പയർ ടു ദാറ്റ് വി ആർ ഓൾവേസ് ഫാർ ബെറ്റർ. സോ അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. സോ താങ്ക് യു വെരി മച്ച് ഫോർ വ്യൂയിങ് മൈ ചാനൽ. I have a humble request, kindly do subscribe my channel. Have a nice day.